രഘു ആംബുലൻസ് അകത്തേക്ക് കയറ്റുന്നതാണ് എന്ന് തോന്നുന്നു. ഒരു ദൃശ്യം ആകാശ ദൃശ്യത്തിൽ കാണുന്നുണ്ട്. മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാനുള്ള സമയമായോ? അതിന് ശേഷം ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിനിടെ ഈ സ്കൂള് കണ്ട അതിന്റെ പരിസരം കണ്ട ഏറ്റവും തിരക്കായിരിക്കും, ഒരു സഞ്ചയമായിരിക്കും ഇത്. സ്കൂളിൽ എത്രയോ പരിപാടികൾ നടന്നിട്ടുണ്ടാവും, കലോത്സവവും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളടക്കം എത്രത്തോളം പരിപാടികൾ നടന്നിട്ടുണ്ടാവും. പക്ഷേ അതിനൊന്നും കാണാതെ അതിനൊക്കെ ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും ഒക്കെ ചെയ്ത പരിപാടികളുണ്ടാവും. പക്ഷേ ആരും വിളിക്കാതെ ആരും ക്ഷണിക്കാതെ ഇതിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തേവലക്കര മാത്രമല്ല, തേവലക്കരയുടെ ചുറ്റുമുള്ള വാർത്തകൾ കേട്ടറിഞ്ഞ ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കുഞ്ഞു മക്കളെയൊക്കെ കയ്യിലെടുത്ത് അമ്മമാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒരിക്കൽ പോലും ഇതിനെ കണ്ടിട്ടുണ്ടാവില്ല, ഇതിനെ പരിചയമുണ്ടാവില്ല. പക്ഷേ സാധാരണ നിലയിൽ നമ്മൾ ഒരു സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു എന്ന് സമൂഹം പൊതുവെ കരുതുന്ന ആളുകളുടെ ഈ സ്കൂള് കണ്ട അതിന്റെ പരിസരം കണ്ട ഏറ്റവും വലിയൊരു തിരക്കായിരിക്കും, ഒരു ജനസഞ്ചയമായിരിക്കും ഇത്. കാരണം ഈ സ്കൂളിൽ എത്രയോ പരിപാടികൾ നടന്നിട്ടുണ്ട്. പൊതുദർശനം പറഞ്ഞിരുന്നത് ഏകദേശം ആ സമയത്തിന് അടുക്കാറായി. അതുകൊണ്ട് ആംബുലൻസ് മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് ആംബുലൻസ് അകത്തേക്ക് സ്കൂളിനകത്തേക്ക് കയറ്റി ഇട്ടിരിക്കുന്നത്. ഒരു 10-15 നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൊതുദർശനം എന്നത് അതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇനിയും ജനസഞ്ചയം മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യം ഉറപ്പാണ്.